അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവരും അമ്മ കുന്തിദേവിയും കാട്ടിലൂടെ നടന്ന് നടന്ന് വന്നെത്തിയത് എവിടെയാണെന്നോ? ഏകചക്ര എന്ന ഗ്രാമത്തിൽ. ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഇവർ ആരാണെന്നൊന്നും ഗ്രാമവാസികൾക്ക് അറിയില്ല. അവരവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു കുംഭാരൻ്റെ ഗൃഹമുണ്ട്. കുംഭാരൻ എന്ന് പറയുന്നത് കുടം ഉണ്ടാക്കുന്ന ആളുകളാണ്. കുംഭം കുടമാണല്ലോ. അപ്പോൾ കുംഭാരൻ എന്ന് പറയുന്നത് കുടം ഉണ്ടാക്കുന്ന ആൾ. ആ ഒരു കുംഭാരൻ്റെ വീട്ടിൽ ഇവർ 2 ദിവസത്തേക്കെന്ന് പറഞ്ഞ് അവിടെ വന്ന് താമസിച്ച് അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ കുറേ ആളുകൾ ഇങ്ങനെ സംഘമായിട്ട് ഇങ്ങനെ പോകുന്നു. എവിടേക്കോ അത്യാവശ്യമായിട്ട് പോകുന്ന പോലെയാണ് ആളുകൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് പോണതെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആണ് അറിഞ്ഞത് പാഞ്ചാല രാജ്യത്ത് രാജാവിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് കാണാനായിട്ടാണ് ഇവരെല്ലാവരും കൂട്ടമായിട്ടിങ്ങനെ തിരക്കിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് ഒരു കൗതുകം. വേറൊന്നുമില്ല, ഒന്ന് കാണാം. ഒരു സ്വയംവരം അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു കൗതുകമുള്ള ഒരു കാര്യമാണല്ലോ. അത് കാണുകയും അതിന് പങ്കുചേരാനും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു, അമ്മയെ ഈ കുംഭാരഗ്രഹത്തിൽ ഇരുത്തിയിട്ട് ഇവർ 5 പേരും കൂടി നേരെ പാഞ്ചാല രാജ്യത്തേക്ക് പോവുകയാണ്. ഇവരെന്തെന്ന് വെച്ചാൽ വേഷം മാറി 5 ബ്രാഹ്മണ യുവാക്കളായിട്ടാണ് ഇവർ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇവരെ അറിഞ്ഞുകൂടാ. ഇവർ 5 ബ്രാഹ്മണന്മാർ ഇങ്ങനെ സംഘമായിട്ട് ബ്രാഹ്മണർ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരും ചേർന്നു പാഞ്ചാല രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ആഘോഷമായിട്ടാണ് അവിടുത്തെ രാജകുമാരിയുടെ വിവാഹം നടത്തുന്നത്. പാഞ്ചാല രാജാവ് ആരാണ്? ദ്രുപദനാണ് പാഞ്ചാല രാജ്യത്തെ രാജാവ്. രാജാവിൻ്റെ മകളുടെ പേരാണ് കൃഷ്ണ എന്ന് പേരുള്ള ആ യുവതിക്ക് എത്ര പേരുണ്ടെന്നറിയാമോ? കൃഷ്ണയെ വിളിക്കുന്നത് പാഞ്ചാല രാജാവിൻ്റെ മകളായതുകൊണ്ട് പാഞ്ചാലി, പിന്നെ ദ്രുപദ രാജാവിൻ്റെ മകളായതുകൊണ്ട് ദ്രൗപദി, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട് ഈ രാജകുമാരിക്ക്. അപ്പോൾ രാജകൊട്ടാരത്തിലെത്തി ഒരുപാട് പേര് ഈ സ്വയംവരം, ഈ കല്യാണം കാണാനും അതിൽ പങ്കെടുക്കാനും മത്സരിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാജാവ് ഒരു മത്സരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നോ ആ ആൾക്കാണ് രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പറ്റുക. അതൊരു കൗതുകമായല്ലോ. എന്താണ് മത്സരം എന്ന് കാണാം എന്ന് വിചാരിച്ച് ഇവർ 5 പേരും ബ്രാഹ്മണന്മാരിരിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ ചെന്ന് ഇവർ 5 പേരും ഇരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പാണ്ഡവർക്കറിയാം, പാണ്ഡവരെ അറിയാം. അങ്ങനെയുള്ള 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണെന്നറിയോ? കൃഷ്ണനും ബലരാമനും. കൃഷ്ണന് വേറൊരു ബന്ധവും കൂടിയുണ്ട് പാണ്ഡവന്മാരുമായിട്ട്. കാരണം പാണ്ഡവന്മാരുടെ അമ്മ കുന്തിദേവി കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്. അപ്പോൾ പിന്നെ സദസ്യരുടെ കൂട്ടത്തിൽ ഇവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 2 പേര് കൃഷ്ണനും ബലരാമനുമാണ്. അവർക്ക് മനസ്സിലായി ബ്രാഹ്മണ വേഷത്തിലിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത്. എല്ലാവരും മത്സരം കാണാനായിട്ടിരിക്കുകയാണ്. മത്സരം എന്താണെന്ന് അറിയണ്ടേ? വളരെ വിശേഷപ്പെട്ട ഒരു മത്സരമാണ്. അതായത് ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു പക്ഷിക്കൂട്. ആ പക്ഷിക്കൂട് കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറങ്ങുന്ന കൂട്ടിനകത്തൊരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ കൂടിൻ്റെ നേരെ താഴെ വെച്ചിരിക്കുന്ന വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. ആ വെള്ളം നിറച്ചിരിക്കുന്ന പാത്രത്തിൽ കാണുന്ന പ്രതിച്ഛായയിൽ താഴോട്ട് നോക്കിക്കൊണ്ട് ആ പ്രതിച്ഛായയിൽ നോക്കി മേപ്പോട്ട് 5 അമ്പ് ആ പിന്നെ കുരുവിയുടെ ദേഹത്ത് തറച്ചു കയറ്റണം. ചിലപ്പോൾ ഒരു ക്രൂരമായ വിനോദം എന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് അസ്ത്രവിദ്യ ശരിക്കും പഠിച്ച് മനപാഠമാക്കി, ഇല്ലെങ്കിൽ അത് പ്രായോഗികമായി ചെയ്യുന്ന ഒരു വില്ലാളിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതായിരുന്നു ദ്രുപദൻ്റെ മത്സരം ആരംഭിച്ച് ഈ കൂട് കറങ്ങാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് വന്ന് അമ്പും വില്ലും എടുത്ത് അസ്ത്രം എയ്യുകയാണ്. പക്ഷെ ഒരുത്തർക്കും ആ ലക്ഷ്യത്തിലേക്ക് അമ്പ് അയക്കാനോ ആ ലക്ഷ്യഭേദം നടത്താനോ വേദിക്കാനോ കഴിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ആകപ്പാടെ വല്ലാത്തൊരു അനിശ്ചിതത്വം സഭയ്ക്കകത്ത്. ദ്രുപദന് കുറേശ്ശെ ഒരു നൈരാശ്യം വന്നു. ദ്രുപദൻ്റെ മനസ്സിൽ വേറെയായിരുന്നു ഉദ്ദേശം.
കാരണം ശസ്ത്രവിദ്യയിൽ ഏറ്റവും മിടുക്കനായ അർജുനൻ വന്ന് ഈ കുരുവിയെ അമ്പെയ്ത് ലക്ഷ്യഭേദം നടത്തണം, എന്നാൽ എൻ്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് അർജുനന് കൊടുക്കാം എന്നൊക്കെയുള്ളതായിരുന്നു ദ്രുപദൻ്റെ മനസ്സിലെ ഉദ്ദേശം. പക്ഷേ വന്ന രാജാക്കന്മാരിൽ ആരും ഇല്ല, പാണ്ഡവന്മാരില്ല, അർജുനനില്ല. പിന്നെ വന്നവരെല്ലാം തോറ്റു പിന്മാറുകയും ചെയ്തു. ഇനി എന്താ ചെയ്യുക? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴെന്ത് ചെയ്തു? അർജുനൻ പതുക്കെ എഴുന്നേറ്റിട്ട് ചേട്ടന്മാരോട് ചോദിച്ചു, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും തല കുലുക്കി കഴിഞ്ഞു. അതാണ് മുതിർന്നവരുടെ അനുവാദം മേടിച്ചുകൊണ്ട് ഭീമനും യുധിഷ്ഠിരനും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് പറയാതെ എടുത്തു ചാടുകയല്ല, അർജുനൻ സ്വയം മുന്നോട്ട് വന്നതല്ല, അവരുടെ അനുവാദത്തോടു കൂടി അർജുനൻ മുൻപോട്ട് വന്ന് എന്ത് ചെയ്തു എന്നറിയാമോ? ആദ്യം ഈശ്വരനെ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് ഗുരുവിനെ ധ്യാനിച്ചു. അർജുനനെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിപ്പിച്ച ഭീഷ്മാചാര്യര്, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ഇവർ 3 പേരുമുണ്ട്. ആ 3 പേരെയും മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ആ സഭയുടെ നടുവിൽ ആ മത്സരസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്തു ചെയ്തു? അമ്പും വില്ലും എടുത്തു. ഇവർ ബ്രാഹ്മണരായിരിക്കുമ്പോൾ ഇവർക്ക് അമ്പും വില്ലും കൊണ്ട് നടക്കാൻ വെക്കില്ലല്ലോ, ബ്രാഹ്മണരുടെ ജോലി വേറെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന അമ്പും വില്ലും എടുക്കുന്നതിന് മുമ്പ് ആ വില്ല് തൊട്ട് കണ്ണിൽ വെച്ചു. ഇതൊക്കെ വിനയത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്നതല്ല. ആ ഒരു പാരമ്പര്യം അർജുനനുള്ളത് കൊണ്ടാണ് അർജുനൻ ഇത്രയും ചെയ്ത് നേരെ എന്തു ചെയ്തു? കറങ്ങുന്ന കൂട്ടിലെ പക്ഷിയെ അമ്പെയ്തു വീഴ്ത്തി. ഒരൊറ്റ വില്ലിൽ നിന്ന് 5 അമ്പുകൾ നേരെ തറച്ച് ആ കിളിയുടെ മേത്തേക്ക് വന്നു തറച്ചു. ഉടനെ സഭയ്ക്കകത്ത് വലിയ ബഹളമായി, ആരവം മുഴങ്ങി. എല്ലാവരും ആഹ്ലാദം കൊണ്ടും പിന്നെ അത്ഭുതം കൊണ്ടും ഇവരാരാണെന്നുള്ള മനസ്സിലാകാത്തുള്ള ഒരു അമ്പരപ്പ് കൊണ്ടുമൊക്കെ ആളുകളെല്ലാവരും ഒച്ചയെടുത്തു. അപ്പോൾ ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് രാജകുമാരിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ്രുപദൻ എന്ത് ചെയ്തു? ദ്രുപദൻ അത് ലക്ഷ്യം സാധിച്ച ആൾക്ക് സ്വന്തം പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പാഞ്ചാലി വരണമാല്യവുമായിട്ട് വന്നു. ബ്രാഹ്മണർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ക്ഷത്രിയർക്ക് പിടിക്കുന്നില്ല. ഒരു ക്ഷത്രിയ രാജകുമാരിയെ ഒരു ബ്രാഹ്മണനാണോ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച് അവിടെ വഴക്കായി, ബഹളമായി. അപ്പോഴാണ് കൃഷ്ണനും ബലരാമനും ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞിട്ട് അവരാണ് അത് പിന്നെ ഇവരുടെ രഹസ്യം വെളിയിലാക്കുന്നത്. ആരാണ്? ഇവരെ ക്ഷത്രിയ രാജകുമാരന്മാർ തന്നെയാണ്. ഇവർ പാണ്ഡവന്മാരാണ്. അതിൽ മധ്യപാണ്ഡവനാണ് ഈ അമ്പെയ്തു വീഴ്ത്തിയത്. മധ്യപാണ്ഡവൻ എന്ന് പറയുന്നത് ആരാണ്? അർജുനനാണ് ദ്രുപദ രാജകുമാരിയെ കല്യാണത്തിന് ഉള്ള മത്സരത്തിൽ വിജയിയായത് എന്നറിഞ്ഞപ്പോൾ ദ്രുപദനും വലിയ സന്തോഷമായി.